സൃഷ്ടിച്ച ദൈവത്തെക്കാൾ ഉപരി സൃഷ്ടിയായിരിക്കുന്ന ലോകത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് ജീവിച്ച് ഓരോ ദിവസവും കാലത്തിന്റെ കാലഗതിക്കനുസരിച്ച് പുറത്തു വരാൻ കഴിയാതെ ഇരുട്ടിന്റെ അധികാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അധർമ്മത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാച് ദിനംപ്രതി ഓരോ സെക്കൻഡിലും മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പാപമെന്ന അശുദ്ധിയിൽ മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥമായി ക്രമീകരിക്കുന്ന, അവന്റെ സ്വഭാവ ചിന്തകളെ യഥാക്രമമാക്കി തീർക്കുന്ന ഒരു കണ്ടുപിടുത്തവും ഈ ലോകത്തിൽ ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും മേത്തരമായത്, ദൈവത്തിൽ അല്പം താഴ്ത്തി സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ, ആ മനുഷ്യനെ പണിതെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. വീടിന്റെ ഉള്ളിലും നമ്മുടെ ഭവനത്തിനകത്തും നാം പ്രതീക്ഷിക്കാത്ത, നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എവിടെ നോക്കിയാലും പാപമെന്ന ചങ്ങല, പാപമെന്ന സ്വഭാവം, പാപമെന്ന അശുദ്ധി മനുഷ്യനെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക്, ശാപത്തിലേക്ക്, കൊലപാതകത്തിലേക്ക്, മദ്യം, മയക്കുമരുന്ന്, തന്റെ ആരോഗ്യത്തെ, തന്റെ സുബോധത്തെ, തന്റെ ചിന്തയെ ഇളക്കിക്കളയുന്ന, അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു മേഖലയിലേക്ക് തച്ചുടച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം എങ്ങോട്ട് യാത്ര ചെയ്യുന്നു, എവിടേക്ക് പോകുന്നു എന്ന് സ്ഥിതിഗതിയില്ലാത്ത മനുഷ്യ, ഇന്ന് പകൽ സുവിശേഷം നിന്നെ തേടി വരുന്നു. മർമ്മം പിതാവായ ദൈവം, സ്വർഗീയ പിതാവ്, സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിന്നെ തേടി വരുന്നു. ദൈവം തേടി വരുന്നതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശമായിരിക്കുന്ന സുവിശേഷം അഥവാ ദൈവത്തിന്റെ വചനം. മനുഷ്യ, നിനക്ക് മാറാൻ ആഗ്രഹമുണ്ടോ? ഈ ജീവിതത്തിനകത്ത് ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ട, എന്താണ് നഷ്ടപ്പെട്ടത്? മനുഷ്യ, നീയും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തോട് കൂടെ ജീവിച്ചിരുന്നപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്നത് ജീവനായിരുന്നു. എന്നാൽ ദൈവത്തെ വിട്ടുമാറിയപ്പോൾ ഇന്ന് ഓരോ മനുഷ്യനും മരണമെന്ന അധികാരത്തിൽ അടിമയായി
ജീവൻ പ്രാപിക്കണം. മനുഷ്യൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്മാരായി പുത്രിമാരായി ദൈവത്തിന്റെ ചിന്തയിലേക്ക് മടങ്ങി വരണം. സാത്താന്റെ ചിന്തയിൽ നിന്നും ലോകത്തിന്റെ ചിന്തയിൽ നിന്നും ദൈവത്തിന്റെ ചിന്തയിലേക്ക് ഇന്ന് പകൽ നീ മടങ്ങി വരുവാൻ ഒരുക്കമാണോ? ഈ വഴിയോരത്ത് നിന്ന് ഈ സത്യസുവിശേഷം വിളിച്ചു പറയുവാനുള്ള കാരണം മനുഷ്യന്റെ ജീവിതത്തിനകത്ത് സുബോധം വരുത്തുന്നത് അത് ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യന്റെ ജീവിതത്തെ യഥാക്രമമായി പണിതെടുക്കുവാൻ, മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥമായി ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന, ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന വിലയേറിയ മുത്തുകളായി ദൈവ മനുഷ്യനെ പണിതെടുക്കുവാൻ യോഗ്യനാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മനുഷ്യനാകുക. നാം എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭാര്യയ്ക്ക് കൊള്ളാവുന്ന, ഭർത്താവിന് കൊള്ളാവുന്ന, മക്കൾക്ക് കൊള്ളാവുന്ന, ലോകത്തിന് കൊള്ളാവുന്ന, ദേശത്തിന് കൊള്ളാവുന്ന രീതി നാം ജീവിക്കുവാൻ ദിനംപ്രതി ശ്രമിക്കുകയാണ്. നാം ആഗ്രഹിക്കുന്നു നല്ലവനായി, നല്ല സ്വഭാവത്തിൽ വിശുദ്ധി ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. പക്ഷേ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് എതിരായി, അതിന് ഓപ്പോസിറ്റായി മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യമായ കരം. നാം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നമ്മെ തേടി വരുന്നു. നാം പോലും അറിയാതെ പാപമെന്ന ദുസ്വഭാവത്തിൽ അടച്ച്, നാം പോലും അറിയാതെ ലോകത്തിൽ കുരുടനാക്കി ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടു പോകുന്ന ഒരു അദൃശ്യമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് പകൽ പാപമകുടമായിരിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിനകത്തൊരു വെളിച്ചം പകരണമെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ ദൈവത്തെ അംഗീകരിക്കുവാൻ, നീ ദൈവത്തെ അനുസരിക്കുവാൻ, നീ പാപത്തെ ഉപേക്ഷിക്കുവാൻ നീ ഒരുക്കമാണോ? നല്ല നിലത്തു വീണ വിത്ത് പോലെ ഈ ദൃശ്യമായി പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുത്ത് വിശ്വസിച്ച് അനുസരിച്ച് ദൈവത്തെ അംഗീകരിക്കുവാൻ ഒരുക്കമെങ്കിൽ ഈ ദൈവവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കരം അദൃശ്യമായി
അദൃശ്യമായ കരം. ആ അദൃശ്യമായ കരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നീ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണം. ദൈവത്തിന്റെ ചിന്തയിലേക്ക് നീ നിന്നെ തന്നെ ഒരുക്കിയെടുക്കണം. ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് നോക്കിക്കേ. ഈ വചനം നീക്കുവാൻ ശ്രമിച്ചവർ പലരും ഈ ലോകത്തിൽ നിന്നും മണ്ണോട് മണ്ണായി ചേരുവാനിടയായി. പലരും ഇതിനോട് ചേരുവാനിടയായി. നാം പഠിച്ച പുസ്തകങ്ങൾ, നാം പഠിച്ച ജ്ഞാനങ്ങൾ, അറിവുകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ഇന്നും മാറ്റമില്ല, അത് മാറുകയുമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, അവനെ യഥാസ്ഥാനത്താക്കുവാൻ ഈ ലോകത്തിലെ ഒരു കണ്ടുപിടുത്തത്തിനും കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സത്യ സുവിശേഷത്തിന് മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയും. പ്രിയ കുഞ്ഞേ, ഇരുട്ടിനകത്തു നിന്നും വെളിച്ചത്തിലേക്ക് ഒരു മനുഷ്യൻ മാറണമെങ്കിൽ, വെളിച്ചത്തിന്റെ ചിന്തയിലേക്ക് നീ മാറണമെങ്കിൽ, വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നിന്റെ അകത്തു ജീവിക്കാനിടയാകണം. ആ യേശു ക്രിസ്തുവിലേക്ക് നീ അടുത്തു വരണം. ദൈവത്തിന്റെ വചനം കേട്ട് യേശുവിനെ മനസ്സിലാക്കി സ്വർഗീയ പിതാവായ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഏക വഴി, ഏക മാർഗം ക്രിസ്തുവ. ആ ക്രിസ്തുവിലേക്ക് നീ മടങ്ങി വരണം. ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ മഹത്വം വെടിഞ്ഞ് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന മനുഷ്യനെ, അധർമ്മത്തിൽ കിടന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, വിലയ്ക്ക് മേടിക്കുവാൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം ഇന്നു മകൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന്റെ നല്ല ഒരു നിലം, ഈ ദൈവവചനം പ്രവർത്തിക്കണമെങ്കിൽ വചനത്തിന് ഒരുങ്ങുവാൻ തക്കവണ്ണം, ഒന്നുകൂടി പറഞ്ഞാൽ യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്ന് നിന്റെ ഹൃദയത്തിനകത്ത് നിൽക്കുന്ന ചിന്തകളും നിന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന പാപത്തിന്റെ ചിന്തകൾ, അധർമ്മത്തിന്റെ ചിന്തകൾ, അശുദ്ധിയുടെ ചിന്തകൾ
ദൈവത്തിന്റെ ചിന്തയിൽ നിന്നെ പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വെളിച്ചമായി തീരുവാൻ, ദൈവത്തിന്റെ രാജ്യം, നാം ഇന്ന് പാർക്കുന്ന ഈ ലോകം, രാജ്യം മരണം കൊണ്ട് തീരും. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യം, ആ നിത്യമായ രാജ്യത്തിലേക്ക് നിന്നെ ഒരുക്കി എടുക്കുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തു വന്നപ്പോൾ നശിച്ചു പോകുന്ന ഭൂമിയെ കുറിച്ചല്ല, ലോകത്തെ കുറിച്ചല്ല. യേശുക്രിസ്തു പ്രസംഗിച്ചത് മുഴുവനും നശിക്കാത്ത, നിത്യം 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 ജീവിക്കുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി വസിക്കുവാൻ, ശ്രേഷ്ഠ പദവിയിലേക്ക്, നമ്മെ തേജസ്സിലേക്ക്, നമ്മെ ഒരുക്കിയെടുക്കുന്ന, നിത്യം നമ്മെ ജീവിതത്തിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുന്ന ആ ജീവനുള്ള പറുദീസയിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുവാൻ, നമുക്ക് വേണ്ടി മരിച്ചു മരണത്തിലൂടെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം. പാപമുള്ള മനുഷ്യ, നീ പാപത്തിൽ മരിച്ചാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ്. പാപമുള്ള മനുഷ്യ, നീ പാപത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവാകുന്ന വഴി, യേശുക്രിസ്തുവാകുന്ന രക്ഷകൻ, യേശുക്രിസ്തുവിലൂടെ നീ വീണ്ടും ജനിച്ച് ആ നിത്യമായ രാജ്യത്തിൽ ഒരു മകനായി, മകളായി നീ ജീവിക്കുവാൻ ഒരുക്കമാണോ കുഞ്ഞ്? ഇന്ന് പകൽ ഞങ്ങളിവിടെ കടന്നു വന്നത് മനുഷ്യനെ വിലയുള്ളതാക്കി തീർത്ത ഈ വചനം പറയാനോ? മനുഷ്യനെ വിലയുള്ളതാക്കി തീർത്തത് മനുഷ്യൻ കൽപ്പിക്കുന്നത് പോലെ പൊന്നോ പണമോ അല്ല. ദൈവം മനുഷ്യനെ വിലയുള്ളതാക്കി തീർത്തത് തന്റെ പ്രാണനായിരുന്ന തന്റെ പുത്രനായ യേശുവിനെ നിനക്ക് വേണ്ടി നൽകിയതോ? പാപത്തിന്റെ അധർമ്മത്തിന്റെയും അടിമയിൽ മരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ, അശുദ്ധിയിൽ ജീവിച്ച മനുഷ്യനെ, നിത്യം മരണത്തിന് ആഴ്ന്നു കിടന്ന മനുഷ്യനെ മരണത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ വീണ്ടെടുക്കുവാനിടയായി. ഒരു പുതിയ തീരുമാനം. ഇവിടെ വീട് കിട്ടിയില്ല, പണം കിട്ടിയില്ല, ബാങ്കിൽ ബാലൻസ് ഇല്ല, അതൊന്നുമല്ല വിഷയം. മനുഷ്യ, നീ മരിച്ചാൽ എവിടെ പോകും?
ഇന്ന് പകൽ ആ യഥാർത്ഥ വഴി നീ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? മരണം വരെയുള്ള ബന്ധമേ ഈ ലോകത്തുള്ളു കുഞ്ഞ്. നീ ഇന്ന് മരിച്ചു വീണ പാട്ടുപാടി കുഴിക്കടവിലോ ദഹിപ്പിക്കുന്ന അഗ്നി വരെയോ ഈ ലോകബന്ധം വരത്തുള്ളൂ. അവിടെ കൊണ്ട് തീരുന്ന ബന്ധമേ നീ ലോകവുമായിട്ടുള്ളൂ. പക്ഷെ സ്വർഗവുമായുള്ള ബന്ധം, യേശുക്രിസ്തുവുമായുള്ള ബന്ധം മരണത്തിനപ്പുറം തുടരാൻ കഴിയും. തീരുമാനിക്കാം, മരണത്തിനപ്പുറം ഞാൻ ദൈവത്തോടൊപ്പമോ ജീവിക്കുന്നത്, അതോ ഈ ലോകത്തിന്റെ അധികാരിയെ വലിച്ചെറിയാനിട്ടിരിക്കുന്ന നിത്യമായ നരകത്തിലാണോ ജീവിക്കുന്നത്? ഒരു യഥാർത്ഥ തീരുമാനം എടുക്കുക. സർവശക്തനായ ദൈവം നിങ്ങൾ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്